രാഹുൽ ഗാന്ധിക്ക് വീണ്ടും 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. രാഹുലിനെ ഏതു വിധേനയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഭരണപക്ഷ പാർട്ടിക്കുള്ളൂ. ഇപ്പോഴിതാ 2022 ഡിസംബറിലെ ഭാരത് ജോഡോ യാത്രക്കിടെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയ കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിലെ കോടതി സമൻസ് അയച്ചിരിക്കുന്നു. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മ കേസ് പരിഗണിക്കുന്ന മാർച്ച് 24-ന് രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ വിരമിച്ച ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയാണ് രാഹുലിനെതിരെ പരാതി നൽകിയത്. അഭിഭാഷകനായ വിവേക് തിവാരി മുഖേനയാണ് കേസ് സമർപ്പിച്ചത്. 2022 ഡിസംബർ 16-ന് ഭാരത് ജോഡോ യാത്രക്കിടെ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ ഗാന്ധി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതി. ഇന്ത്യൻ സൈന്യത്തിനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തിയെന്നും ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കിയെന്നും പരാതിക്കാരൻ ആരോപിച്ചു. അതേസമയം ഡൽഹി തിരഞ്ഞെടുപ്പ് തോൽവിയിൽ തകർന്നിരിക്കുന്നതിനിടയിലാണ് ഈ പുതിയ കേസ്. ദിവസങ്ങൾക്ക് മുൻപ് ദേശവിരുദ്ധ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് BJP RSS ഭാരവാഹികൾ നൽകിയ പരാതിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഫെബ്രുവരി 5-ന് ഒഡീഷയിലെ ജാർസുഗുഡ ജില്ലയിലെ നേതാക്കളാണ് ഒഡീഷ നോർത്ത് DIGക്ക് പരാതി നൽകിയത്. മുൻപ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ മരണത്തീയതി പരാമർശിച്ചതിലും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ജനുവരി 23-നാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം. ഈ ദിവസം രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമമായ Xൽ പങ്കുവച്ച കുറിപ്പിന്റെ കൂടെയുള്ള പോസ്റ്ററിൽ നേതാജിയുടെ മരണ തീയതിയായി 1945 ഓഗസ്റ്റ് 18 എന്ന് കുറിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസും രംഗത്ത് വന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജനന തീയതി അറിയാമെങ്കിലും മരണ തീയതി ആർക്കും അറിയില്ലെന്നും അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സങ്കടം എക്കാലവും നിലനിൽക്കുമെന്നും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. നേതാജിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹമായ കാരണങ്ങൾ കോൺഗ്രസ് മറച്ചുവെക്കുകയാണെന്നും നേതാജി എവിടെയായിരുന്നുവെന്നോ ഇപ്പോൾ എവിടെയാണെന്നോ ഉള്ള കാര്യം കോൺഗ്രസ് മറച്ചുവെച്ചെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷും പറഞ്ഞു. നേതാജിയുടെ മരണ തീയതി പ്രഖ്യാപിച്ച രാഹുൽ ക്ഷമാപണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ മുന്നണി നേതാക്കളായ രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, അരവിന്ദ് കെജ്രിവാൾ എന്നിവരുടെ ചിത്രങ്ങൾ മുസ്ലിം വിഭാഗത്തിന്റെ സൂചനകളോടെ 3 Idiots എന്ന തലക്കെട്ടിൽ സുരേഷ് എന്നയാൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഡൽഹിയിലെ BJPയുടെ വിജയത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സമൂഹ മാധ്യമ പോസ്റ്റ്. ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട പ്രദേശത്തെ ഒരു വിഭാഗം ഉദയഗിരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്നു. കല്ലേറിൽ 10 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും പോലീസ് സ്റ്റേഷന്റെ ജനൽ ചില്ലകൾ തകരുകയും ചെയ്തിരുന്നു. വിവാദ പോസ്റ്റിട്ട സുരേഷിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു. സ്ഥലത്തിപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്.